എല്ലാവർക്കും നമസ്കാരം. റവന്യൂ വകുപ്പ് എന്തിനാണ്? രാജാക്കന്മാരുടെ കാലത്ത് നികുതി പിരിക്കുന്നതിന് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പൊതുജനത്തിൽ നിന്ന് നികുതി പിരിക്കുന്നതിനുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, അല്ലെ വകുപ്പായിരുന്നു റവന്യൂ വകുപ്പ്. റോമ സാമ്രാജ്യത്തിൽ ഇവരെ വിളിച്ചിരുന്നത് ചുങ്കക്കാർ എന്നായിരുന്നു. ബൈബിളിലൊക്കെ പലയിടത്തും ചുങ്കക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഭരിച്ചപ്പോൾ അവരൊരിക്കൽ പോലും ജനങ്ങളിൽ നിന്ന് നേരിട്ട് ചുങ്കം പിരിച്ചിരുന്നില്ല. ജനങ്ങളിൽ നിന്ന് നികുതി അല്ലെങ്കിൽ ചുങ്കം പിരിക്കാൻ അവരുടെ ഭാഷ കപ്പം എന്നായിരുന്നു. ഈ കപ്പം പിരിക്കാൻ അവർ സാമന്ത രാജാക്കന്മാരെ വെച്ച് സാമന്ത രാജാക്കന്മാർ ഈ കപ്പം പിരിക്കുന്ന ആളുകളെ ഏൽപ്പിച്ചു. അതായത് നമ്മുടെ ഇടയ്ക്ക് നിന്ന് നമ്മുടെ ആളുകളെ ഭീഷണിപ്പെടുത്തി അർഹവും അനർഹവുമായതെല്ലാം പിരിച്ച് സാമന്ത രാജാവിലൂടെ ബ്രിട്ടീഷുകാരുടെ കയ്യിലോട്ട് പോയി. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ ചുങ്കക്കാർ, ഈ കപ്പം പിരിക്കുന്നവർ, അവർ മുഖം മിനുക്കി പേരുമൊക്കെ മാറ്റി അവർ ജനത്തിൻ്റെ മുമ്പിലോട്ട് വന്നു. അതാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ. പഴയ ചുങ്കക്കാർ തന്നെയാണ്, പഴയ കപ്പം പിരിക്കുന്നവർ തന്നെയാണ്, പക്ഷേ പേര് മാറ്റി അവരിങ്ങോട്ട് വന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അന്ന് ഈ കപ്പവും അല്ലെ ചുങ്കവും ഒക്കെ പിരിച്ചിരുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ്. അന്നത്തെ ബ്രിട്ടീഷുകാരാണ് ഇന്നത്തെ സംസ്ഥാന സർക്കാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, അന്നത്തെ ബ്രിട്ടീഷുകാരുടെ അതേ മനോഭാവമാണ് ഇവന്മാർ മലയാളികൾ, ഇവന്മാരെ വിടരുത്. ആ ബ്രിട്ടീഷുകാരുടെ മനോഭാവം അത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മനോഭാവം. ഇനി അടുത്തത്, അന്നത്തെ സാമന്ത രാജാവ്, അതാണ് ഇന്നത്തെ മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി. ആ സാമന്ത രാജാവ് എന്ത് പണിയാണോ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചെയ്തത്, അതേ പണി തന്നെയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ മന്ത്രി ചെയ്യുന്നത്, സാമന്ത രാജാവ്. ഇനി ഈ ചുങ്കക്കാരാരാ? ഇന്നത്തെ റവന്യൂ ഉദ്യോഗസ്ഥർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, അന്ന് ബ്രിട്ടീഷുകാരും സാമന്ത രാജാവും പിന്നെ ചുങ്കക്കാരും ചെയ്തുകൊണ്ടിരുന്ന പണിയാണ് ഇന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ മന്ത്രിയും ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ചെയ്യുന്നത്. ഇനി ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇന്നത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ ഭാഗത്താണോ? ആരുടെ ഭാഗത്താണ് ഇവർ? ജനങ്ങളുടെ ഭാഗത്താണോ? ഒരു കാരണവശാലും ജനങ്ങളുടെ ഭാഗത്തല്ല. ഇനി ഇവർ സർക്കാരിൻ്റെ ഭാഗത്താണോ? യഥാർത്ഥത്തിൽ ഇവർ സർക്കാരിൻ്റെ ഭാഗത്തല്ല. അത് ഇവരെ നല്ല അടുത്ത് ചെന്ന് ഇവരെ വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാകും, ഇവർ സർക്കാരിൻ്റെ ഭാഗത്തുമല്ല, ഇവർ ജനത്തിൻ്റെ ഭാഗത്തുമല്ല. പറയുമ്പോൾ സർക്കാരിൻ്റെ തൊഴിലാളികളെന്ന് പറയുന്നേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാർ സർക്കാരിൻ്റെ തൊഴിലാളികൾ. സത്യത്തിൽ ഇവരുടെ ഭാഗത്ത് തന്നെയാണ്. അല്ലാതെ ഇവർക്ക് സർക്കാരിനോടോ ഇവർക്ക് ജനത്തിനോടോ ഒന്നും പ്രത്യേകിച്ചൊരു താല്പര്യം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഇല്ല. നിങ്ങൾ പലപ്പോഴും ഇവരോട് ഇടപെടുമ്പോൾ ഇവർ കൈക്കൂലി മേടിച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്തു തരികയാണെങ്കിൽ ഇവർ സർക്കാരിനെതിരായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവർ സർക്കാരിൻ്റെ ഭാഗത്താണോ? അല്ല. അപ്പോൾ നമ്മൾ ഇച്ചിരൂടെ വിട്ടു പറഞ്ഞാൽ ആരാ സർക്കാർ? ഇവിടുത്തെ പൊതുജനം. കൈക്കൂലി മേടിച്ചിട്ട് ഇവർ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഇവർ സർക്കാരിനും എതിരാണ്. അതുകൊണ്ട് തന്നെ ഇവരിവിടുത്തെ പൊതുസമൂഹത്തിനും എതിരാണ്. ഇത് ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് നിങ്ങൾ പറ സത്യമാണോന്ന്. ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥന്മാരും കൈക്കൂലിക്കാരല്ലേ? പലരും ശിക്ഷിച്ച് ജയിലിനകത്ത് കിടക്കുന്നത് എനിക്കറിയാം, അപൂർവം ചിലത്. ഈ ചുങ്കക്കാരല്ലേ ഇവർ? നിങ്ങൾ പറഞ്ഞേ, യഥാർത്ഥത്തിൽ ഇവരാർക്കു വേണ്ടിയാണ് ഇവർ നിലകൊള്ളുന്നത്? ഇവർ സർവീസിൽ കയറുമ്പം ഇവർ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്, KSR എന്നാണ് പറയുന്നത്, കേരള സർവീസ് റൂൾ. ഈ KSR പ്രകാരം ഇവരുടെ ഉദ്യോഗ പ്രവേശ സമയത്ത് ഒരു സത്യവാങ്മൂലം എഴുതി കൊടുക്കും. അതെന്താ വെച്ചാൽ ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യസമയത്ത് ചെയ്തു കൊള്ളാമെന്നും ഗവൺമെൻറ്റിനെയും പൊതുജനത്തിനെയും അനുകൂലമായി നിലനിന്ന് കൊള്ളാമെന്നും പ്രവർത്തിച്ചു കൊള്ളാമെന്നും ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ വാഹനങ്ങൾ ഫൈനാൻസ് ഇടാൻ ചെല്ലുമ്പം ഈ ഫൈനാൻസ് ഒപ്പിടുക എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിന് അവന്മാരൊരു ബുക്ക്ലെറ്റുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളോട് പറയും, ഇവിടെ ഇട്ടോ, ഇവിടെ ഇട്ടോ, ഇവിടെ ഇട്ടോ, മറിച്ചിട്ടോ, തിരിച്ചിട്ടോ, ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മളെ കൊണ്ട് ഒപ്പിടിക്കും. സാധാരണഗതി വണ്ടി ഫൈനാൻസ് ഇടാൻ നിൽക്കുന്ന ഒരുത്തൻ ഇച്ചിരി സിവിൽ സ്കോറൊക്കെ ഉള്ളതാണെങ്കിൽ, സിവിൽ സ്കോർ കുറവൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു കാരണവശാലും ഇത് എന്തിനാണെന്നൊന്നും ചോദിക്കില്ല. എന്ന് പറഞ്ഞതുപോലെ സർവീസിൽ കയറാൻ നേരത്ത് ടെസ്റ്റൊക്കെ എഴുതി ഓർഡർ കൈ കിട്ടി ആ സന്തോഷത്തിൽ അങ്ങോട്ട് ചെന്ന് അപ്പോയിൻമെൻറ്റ് മേടിക്കുന്നതിന് ഇപ്പുറം ഇത്തലൊക്കെ ഒപ്പിടണമെങ്കിൽ പടപടാന്ന് ഒപ്പിട്ട് കൊടുക്കും. ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഇതൊന്നും വായിച്ച് നോക്കുന്നൊന്നുമില്ല, ചുമ്മാ അങ്ങ് ഒപ്പിട്ട് കൊടുക്കുക. ഇനി ജനങ്ങളോട് ചോദിക്കട്ടെ, ഈ ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ കളക്ടറേറ്റിലോ താലൂക്കിലോ വില്ലേജിലോ ഈ ജോലിക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവരുടെ മനോഭാവം എന്താ?
കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയ അപൂർവം ചില വില്ലേജ് ഓഫീസുകളൊക്കെ കുറച്ച് നല്ലതുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പല സ്ഥലത്തും മനോഭാവം എന്താ, ജനം പിച്ചക്കാരൻ, ഇവർ രാജാക്കന്മാർ, അങ്ങനത്തെ ഒരു മനോഭാവം അല്ലേ മിക്ക സ്ഥലത്തും. നൂറുകണക്കിന് ഉദാഹരണമുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എന്ന് പറയാൻ പറ്റിയല്ല, ഞാൻ ചെറുപ്പത്തിൽ ഒരുമിച്ച് പഠിച്ച, ഇപ്പോൾ അദ്ദേഹം കാനഡയിലാണ്. അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജി വളരെ വേദനാജനകമായ ഒരു സംവിധാനം പറയാം. ഏറ്റുമാനൂരിലുള്ള ഒരു സർക്കാർ ഓഫീസിൽ, അതിരമ്പുഴയില ഉള്ള സർക്കാർ ഓഫീസിൽ എന്തോ ഒരു നികുതി അടയ്ക്കാൻ വേണ്ടി കയറി ചെന്നപ്പോൾ 2 മണി വരെ അടയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങേര് ചെന്നപ്പോൾ 2 മണി ആകാൻ 2-3 മിനിറ്റേ ഉള്ളൂ. അങ്ങേരെ 8-9 ദിവസമോ 10 ദിവസത്തെ അവധിക്കങ്ങാണ്ട് നാട്ടിൽ കാനഡയിൽ നിന്ന് ഇവിടെ വന്നതുമാണ്. ചെന്നതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി മിനിറ്റ് മാറിപ്പോയതിന് ഈ ഉദ്യോഗസ്ഥൻ എടുത്തിട്ട് അലക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിക്കുക, എനിക്ക് സമയം ഇച്ചിരി താമസിച്ചു പോയി, സമയം കഴിഞ്ഞു പോയല്ലോ, നാളെ വരാമോ എന്ന് വളരെ മര്യാദയ്ക്കൊന്ന് ചോദിച്ചാൽ പോരെ എന്നോട് ആ മനുഷ്യൻ ചോദിച്ചു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ മനുഷ്യന് പറ്റിയല്ലെങ്കിൽ 1-2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ചെയ്തു കൊടുത്താൽ എന്നാ കുഴപ്പം, അല്ലെങ്കിൽ ആ പണം മേടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമെങ്ങാനും അടച്ചിട്ട് അതിൻ്റെ ബില്ല് അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്താൽ പോലും കാര്യങ്ങൾ നടക്കുകയല്ലേ. ഞാൻ പറഞ്ഞു, എനിക്കിതൊരു വോയിസ് ക്ലിപ്പ് ഇടാമോ, എന്നിട്ട് ഈ ഉദ്യോഗസ്ഥൻ്റെ പേരും അഡ്രസ്സും സഹിതം അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പും കിട്ടും. ഞാൻ പിന്നെ അത്രയും അങ്ങോട്ട് അപമാനിക്കേണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആ വോയിസ് ക്ലിപ്പ് പുറത്തോട്ട് വിടുന്നില്ല. അപ്പോൾ ചോദിച്ചത് ഞാൻ വളരെ ചിന്തിച്ചു. ആകെ 10 ദിവസത്തേന് വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഈ മനുഷ്യൻ ഉണ്ടാക്കുന്ന പണത്തിൽ നല്ലൊരു ശതമാനം നാട്ടിലേക്ക് വരിക, അന്നേരം അത് വളരെ മാന്യമായിട്ടൊന്ന് പറയാവുന്ന ഒരവസ്ഥയില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഇത് മിക്കവാറും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്ന അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ ഒക്കെ ഒരു അഭിപ്രായമായിരിക്കും. കാരണം ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലൊക്കെ ഭയങ്കര മോശമാണ്. എല്ലാവരുടെയും നല്ല ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെല്ലാം മോശക്കാരൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിനകത്തൊരു നല്ലൊരു ശതമാനവും മോശക്കാരാണെന്നാണ് പറയുന്നത്. അഴിമതി, കെട്ടുകാര്യസ്ഥത, കഴിവില്ലായ്മ, കാലഹരണപ്പെട്ട ഭരണരീതികൾ, ഇതെല്ലാം കൊണ്ട് പൊതുജനം പൊറുതി മുട്ടുകല്ലേ. നിങ്ങൾ പറ, പല സർക്കാർ ഓഫീസിലോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ നെറ്റില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന സൈറ്റില്ലെന്നാണ് പറയുന്നത്. സൈറ്റില്ല, നമ്മൾ തന്നെ അടിക്കണം, സൈറ്റ് ഉണ്ടാക്കണം. ഉക്രൈൻ്റെ സൈറ്റുകൾ മുഴുവൻ റഷ്യ അടിച്ചു കളഞ്ഞു. പക്ഷേ ഉക്രൈനിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. എന്താ, ആമ്പിള്ളേരുടെ നെറ്റ് മേടിച്ചിരിക്കുക, ഈ കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യരുത്. കേട്ടിട്ടില്ലേ? കെ ഫോൺ, കെ റൈൽ, കെ കൂട്ടി വരുന്ന ഈ ഒരു സാമാനവും വർക്ക് ചെയ്യില്ല, അതൊന്നും കൊള്ളുകയല്ലത്. അന്നേരം നല്ല നെറ്റ് ഉണ്ടെങ്കിൽ ഈ വരുന്നവർ, ഈ 10 ദിവസത്തിനൊക്കെ വിദേശത്തു നിന്നൊക്കെ വരുന്നവർ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ, ഓഫീസിലോട്ട് ചെല്ലുമ്പോൾ, ഒന്നാമത് അവരെ ഒന്നും ഓഫീസിലോട്ട് ചെലുത്തരുത്, അവർക്കെല്ലാം ഓൺലൈനിൽ കാര്യങ്ങൾ നടത്താൻ അറിയാം. ഒന്നാമത് നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഈ സൈറ്റുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു കാര്യം ഓപ്പണായി കിട്ടുകയില്ല. കാരണം ഇതിനകത്തെല്ലാം ഒളിക്കാനുള്ളത് കൊണ്ട് ഇതെല്ലാം ഹാങ്ങാക്കി നിർത്തിയേക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ ഈ 5G ആയപ്പോഴും ഇവർ ഈ 2G കിടന്നേ കറങ്ങുന്നത്. ഇത് 2G എന്നതാ, 5G എന്നാന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ബോധമുള്ളവൻ തലപ്പത്തിരുന്നാലല്ലേ ഇത് വല്ലതും മനസ്സിലാവുള്ളൂ. CCTV എന്ന് പറയാൻ പോലും അറിയാൻ മേലാത്തവന്മാർ തലപ്പത്തിരുന്ന് കഴിഞ്ഞാൽ, 9545 പോലും അറിയാൻ മേലാത്തവന്മാർ തലപ്പത്തിരുന്ന് കഴിഞ്ഞാൽ 5G എന്ന് പറഞ്ഞാൽ എന്നാ, എങ്ങനെ മനസ്സിലാകാനാ? ഈ പുതിയ തലമുറ ഓടുന്ന സ്പീഡിനൊപ്പം ഓടാൻ പറ്റുന്ന ടെക്നോളജിയും അതിനുള്ള ആളുകളും വേണം. ഈ മുതുകളവന്മാർ ഒരു പരിധി കഴിഞ്ഞാൽ വീട്ടിൽ പോയി വിശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല ഇവർക്ക്. എനിക്ക് 53 വയസ്സുണ്ട്, 5-3. എൻ്റെ ഫോണിലൊക്കെ പല കാര്യങ്ങളും എൻ്റെ പിള്ളേരാണ് ചെയ്തു തരുന്നത്. അപ്പം നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് തന്നെ, നമ്മളെക്കൊണ്ട് പറ്റാത്തത്, വയ്യാത്ത പട്ടി കയ്യാല കയറി ആ നാട് നശിച്ചു പോകും. ഇതെന്നതാന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാകണ്ടേ? കാര്യങ്ങളുടെ നടത്തിപ്പിൻ്റെ അപാകതകൾ, കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കൽ, അലസത, അഴിമതി, ഇതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ വസ്തു തരം മാറ്റുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ വിദേശത്തൊക്കെയുള്ള മലയാളികളിൽ നല്ലൊരു ശതമാനം കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ് പ്രാഗി മുടിഞ്ഞു നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഈ വസ്തു തരം മാറ്റില്ല. എന്നോട് എത്ര പേര് വിളിച്ചെന്നറിയാമോ? എത്ര കാലമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുക. വല്ലപ്പോഴും ഒന്ന് നാട്ടിൽ വരും, ഉദ്യോഗസ്ഥന്മാരുടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ യാതൊരു മൈൻഡും ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ. എന്നത്തിന് ഈ റവന്യൂ വകുപ്പ്? ഒരു മന്ത്രി, 4 വകുപ്പ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, 4 സെക്രട്ടറിമാരും, 20,086 ജോലിക്കാരുണ്ട്. എന്തിനാ ഇങ്ങനൊരു കഴകത്ത് കെട്ട വകുപ്പ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വകുപ്പിൻ്റെ വീഴ്ചകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ജനം അത് മനസ്സിലാക്കട്ടെ. കൂടുതൽ ഇങ്ങനെയുള്ള പഴകിപ്പൊളിഞ്ഞ സമ്പ്രദായങ്ങൾ, സിസ്റ്റങ്ങൾ പൊളിച്ചേ മതിയാവൂ. ലോകത്തിൽ എവിടെ ജനത്തിന് ബോധമുണ്ടായോ, ജനം അതിനനുസരിച്ച് പ്രതികരിച്ചിട്ടുണ്ടോ,
അവിടെയെല്ലാം പഴഞ്ചൻ സിസ്റ്റങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട്. ഈ കുത്തിക്കറക്കി വിളിക്കുന്ന ഫോണിൻ്റെ കാലം കഴിഞ്ഞു എന്നത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ആ കാലത്തിൽ ഇന്നും നമ്മൾ ജീവിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. പുതിയ സാങ്കേതിക വിദ്യയും അതറിയാവുന്നവരും ഒക്കെ അതിൻ്റെ തലപ്പത്തേക്ക് വരുത്തണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.